രക്തം, കത്തിയേറുകൾ, സ്ലോ മോഷനിൽ തെറിക്കുന്ന ചോരത്തുള്ളികൾ, തിയേറ്ററിലാകെ നിശബ്ദത, തൊട്ടു പിന്നാലെ കാതടുപ്പിക്കുന്ന കയ്യടികളും വിസിലുകളും. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരാൾ മറ്റൊരാളെ ക്രൂരമായി തല്ലുന്നത് കാണുമ്പോൾ നമുക്ക് എന്തിനാണ് ഇത്ര സന്തോഷം? എന്തുകൊണ്ടാണ് വയലൻസ് ഇന്ന് സെലിബ്രേഷനായി മാറുന്നത്? നിങ്ങളൊരു നോർമൽ ആളായിരിക്കും, പക്ഷേ സ്ക്രീനിൽ ഒരു നായകൻ വില്ലന്റെ തലയിറക്കുമ്പോൾ നിങ്ങൾ അറിയാതെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാറില്ലേ? ബട്ട് വൈ? മനുഷ്യർ സ്വതവേ അക്രമകാരികളായതുകൊണ്ടാണോ, അതോ നമ്മുടെ സൈക്കോളജിയിൽ ഇതിന് മറ്റൊരു വശമുണ്ടോ? ബട്ട് വൈ. ഹായ്, ദിസ് ഇസ് അഞ്ജന ജോർജ്. വെൽക്കം ടു ബട്ട് വൈ, പവർഡ് ബൈ ക്രിയോൺ സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സിനിമയിലെ അക്രമങ്ങളെ കുറിച്ചാണ്, വയലൻസിനെ കുറിച്ച്. മലയാള സിനിമയിലെ മാർക്കോ പോലുള്ള സിനിമകൾ മുതൽ ആഗോളതലത്തിലെ ജോക്കർ വരെ നീളുന്ന ആ അഡ്രിനാലിൻ റഷിന്റെ പിന്നിലെ രഹസ്യങ്ങൾ. നമ്മളൊരു വയലൻസ് സീൻ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? സൈക്കോളജി ഇതിനെ എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ടെൻഷൻ നിങ്ങളുടെ ശരീരത്തിലെ അഡ്രിനാലിൻ വർദ്ധിപ്പിക്കുന്നു, ഹൃദയമിടിപ്പ് കൂട്ടുന്നു, കൈകൾ വിയർക്കുന്നു. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ബോഡിക്കറിയാം നിങ്ങൾ സേഫ് ആണെന്ന്. ആ ഒരു സേഫ് ഡേഞ്ചറാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. ഇതൊരു തരം കത്താർസിസ് ആണ്. ജീവിതത്തിലെ സ്ട്രെസ്സും ദേഷ്യവും അടക്കി പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് തിയേറ്ററിലെ ആ 3 മണിക്കൂർ ഒരു റിലീസാണ്. നായകൻ അടിക്കുമ്പോൾ നമ്മളാണ് അടിക്കുന്നത് എന്നൊരു തോന്നൽ, അതാണ് ആ കിക്ക്. മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കൂ. ഒരു കാലത്ത് ഇമോഷണൽ ഡ്രാമകൾ മാത്രമായിരുന്നു ഇവിടെ ഹിറ്റ്. എന്നാൽ ഇന്ന് മലയാള സിനിമ ഒരു ഡാർക്ക് ഇറയിലേക്കാണ് മാറിയിരിക്കുന്നത്. മാർക്കോ പോലെ അതിക്രൂരമായ ആക്ഷൻ സിനിമകൾ മുതൽ കാട്ടാളൻ വരെ. നമ്മുടെ അൽഗോരിതം പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു സാധാരണ ഇമോഷണൽ സീനിനേക്കാൾ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നത് ഒരു തല്ലുമലയോ അല്ലെങ്കിൽ ഒരു വയലന്റ് ഡയലോഗോ ആയിരിക്കും. റേജ് ഈസ് ക്ലിക്കബിൾ. ഇന്ത്യൻ സിനിമകൾ നോക്കൂ. KGF-ലെ റോക്കി ബായിയോ ആനിമലിലെ രൺവീർ കപൂറോ ഇവരാരും സൽഗുണ സമ്പന്നന്മാരായ നായകന്മാരല്ല. അവർ വയലന്റ് ആണ്. ആ ക്രൂരതയാണ് ആളുകൾ ആഘോഷിക്കുന്നത്. ഹോളിവുഡിലെ ജോൺ വിക് സീരീസ്, ഒരു പട്ടിക്കുട്ടിക്ക് വേണ്ടി 70-ലധികം പേരെ കൊന്നൊടുക്കുന്ന ഒരാൾ. അവിടെ നമ്മൾ ലോജിക്ക് നോക്കാറില്ല, പകരം ആ ആക്ഷന്റെ എസ്തെറ്റിക് ആസ്വദിക്കും. പക്ഷേ ഇതിന് ഇരുണ്ട മറ്റൊരു മുഖമുണ്ട്, കോപ്പി കാറ്റ് ക്രൈംസ്. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ചില കൊലപാതകങ്ങളിൽ പ്രതികൾ പറഞ്ഞത് അവർ ദൃശ്യം മോഡൽ അല്ലെങ്കിൽ 5-ാം പാതിര മോഡൽ പ്ലാൻ ചെയ്തു എന്നാണ്. ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം വരുന്നത്. സിനിമയാണോ ക്രൈം ഉണ്ടാക്കുന്നത്? അല്ല, സിനിമ ഒരിക്കലും ഒരാളെ കൊലയാളിയാക്കില്ല. പക്ഷെ ഉള്ളിൽ ക്രിമിനൽ ചിന്തകളുള്ള ഒരാൾക്ക് അതൊരു മാനുവലായി മാറിയേക്കാം. സിനിമ രീതികളെ, മെത്തഡ്സ് പഠിപ്പിക്കുന്നുണ്ടാകാം. പക്ഷെ ലക്ഷ്യം, മോട്ടീവ് സമൂഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പണ്ട് കണ്ടതിനേക്കാൾ കൂടുതൽ ക്രൂരത ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? കാരണം ഡീസെൻസിറ്റൈസേഷൻ. നമ്മൾ ക്രൂരത കണ്ടു മടുത്തു. പണ്ട് സിനിമയിൽ ഒരു തല്ല് കണ്ടാൽ നമുക്ക് പേടിയായിരുന്നു. ഇന്ന് ചോര തെറിച്ചില്ലെങ്കിൽ അതിന് പവർ പോരാ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. നമ്മുടെ വിഷ്വൽ ടോളറൻസ് കൂടി. OTT പ്ലാറ്റ്ഫോമുകൾ വന്നതോടെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള അതിക്രൂരമായ കണ്ടന്റുകൾ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതുകൊണ്ട് മലയാള സിനിമയ്ക്കും ഇന്ന് കൂടുതൽ വയലന്റ് ആയേ തീരൂ. അവസാനമായ ഒരു കാര്യം, സിനിമ എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കണ്ണാടിയാണ്. സമൂഹം അക്രമാസക്തമാകുമ്പോൾ സിനിമയിലും അത് പ്രതിഫലിക്കും. നായകന്മാർ ഗാന്ധി മാർഗം വിട്ട് കത്തി കയ്യിലെടുക്കുമ്പോൾ നമ്മൾ കൈയടിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നിസ്സഹായത കൊണ്ടാണോ? അഡ്രിനാലിനാണോ അതോ എസ്കേപ്പിസമാണോ നിങ്ങളെ ഈ സിനിമകളിലേക്ക് ആകർഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. സിനിമയെക്കുറിച്ചും അതിന്റെ സൈക്കോളജിയെക്കുറിച്ചും കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ദിസ് ഇസ് അഞ്ജന ജോർജ്. ബൈ ഫ്രം ബട്ട് വൈ, പവർഡ് ബൈ ക്രയോൺ സ്റ്റുഡിയോസ്. Stay informated, stay curious. Thank you.